ഹേയ് ഗായ്സ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങളിപ്പോൾ അഴീക്കൽ ബീച്ചിലോട്ട് പോകണം. ഞങ്ങളിപ്പോൾ ചേട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ അഴീക്കൽ ബീച്ച് ചേട്ടൻ്റെ വീട്ടായിട്ട് കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ എൻ്റെ മോന് വണ്ടി കയറുന്നവരെ ഭയങ്കര ഉത്സാഹമാണ്. പക്ഷേ കയറി കഴിഞ്ഞ ഒരു കുഴപ്പമുള്ളത് ഇതാണ്, കയറി അപ്പോൾ വണ്ടി കയറി ഉറങ്ങുന്ന ആളാണ്. ഇത് കാറാവട്ടെ, ബൈക്കാവട്ടെ, ട്രെയിനാവട്ടെ, ഏതിൽ കയറിയാലും ഇതായി ആൾ ഫ്ലാറ്റാണ്. പിന്നെ അവിടെ ചെല്ലുന്നവരെ ഇങ്ങനെ ഒരു ഉറക്കമാണ്. ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിൽ കൂടുതൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ഇക്കൊക്കെ വഴിയൊക്കെ മറന്നു പോയായിരുന്നു. പിന്നെ മാപ്പ് നോക്കിയാണ് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. അപ്പം നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ പാർക്കിങ്ങിൻ്റെ ഫീസ് അവർ ചോദിച്ച് 10 രൂപ എങ്ങാണ്ടേ ഉള്ളായിരുന്നു. അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് നമ്മളിത് ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. ബാക്ക്ഗ്രൗണ്ട് രക്ഷയില്ല, ആകാശമൊക്കെ എന്തോ വെട്ടി തിളങ്ങുന്നത്, സ്വർണ്ണ കളറായിരുന്നു. അത്ര രസമുണ്ടായിരുന്നു കാണാനായിട്ട് തന്നെ. ചെന്നിറങ്ങിയപ്പോൾ തന്നെ ജവാൻ്റെ കണ്ണ് മോതിരത്തിലോട്ട് പോയതാണ്. ജവാൻ ഈ സൂഫി മോതിരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത്, അപ്പം എന്ത് വെച്ച് ഇതിൽ കൊള്ളാമെന്ന് വെച്ചപ്പോൾ ആൾക്കത് ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഒരെണ്ണം എടുത്ത് ഞാനത് വാങ്ങിച്ചു കൊടുത്ത്. ആൾക്കും അത് ഇഷ്ടപ്പെട്ട്. നല്ല സൂപ്പറായിരുന്നു. അധികം ആളൊന്നും ഇല്ലായിരുന്നു. ആകാശവും ആ കടലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് എന്തോ ഒരു പ്രത്യേക വൈബ്. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ കടൽ കയറി. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം വന്നപ്പോഴത്തേക്കിനും നമ്മളവിടെയൊക്കെ ആ കടലിൽ കയറിയ ഭാഗത്തൊക്കെ നമ്മൾ ഇറങ്ങിയ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങ് നല്ലോണം കയറി അങ്ങോട്ട് ആർക്കും ഇറങ്ങാൻ പറ്റത്തില്ല. മേളിൽ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അതിന് കുറേ നേരം അങ്ങോട്ടൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ ഇക്കടുത്തന്നെ നമുക്ക് അങ്ങോട്ടൊക്കെ നടന്നിട്ട് വരാമെന്ന്. അതും കേൾക്കേണ്ട താമസം കൊച്ചിനെയും തോളിലിരുത്തി ആളങ്ങോട്ട് നടത്തിയെങ്കിൽ തുടങ്ങി. അങ്ങോട്ട് നടക്കാമെന്ന് പറഞ്ഞ് എനിക്കും പോവാമെന്ന് പറഞ്ഞ ഇക്കാക്കും ഭയങ്കര ഉത്സാഹമായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ. പക്ഷേ അങ്ങോട്ട് എത്തി വന്നപ്പോൾ ഇനിയും ദൂരം കൂടുന്നതുപോലെ തോന്നി. പക്ഷേ എന്നാലും നമ്മൾ നിർത്തിയില്ല. നമ്മളെല്ലാം കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നതിന് ശേഷം നമ്മളെ നടത്താൻ നമ്മൾ പിന്നെയും തുടർന്ന് അങ്ങ് എത്തി. അവസാനം എത്തിയപ്പോൾ തന്നെ 7 മണിയൊക്കെ കഴിഞ്ഞ്. ഈ എടുക്കുന്ന വീഡിയോ പോലും കിട്ടുമെന്നുള്ള ഡൗട്ടായിരുന്നു എനിക്ക്. കാരണം അങ്ങോട്ടൊക്കെ നല്ല ഇരുട്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കിടന്നപ്പോഴാണ് ആ ഏറ്റവും ടോപ്പിൽ ലൈറ്റ് എത്തുന്ന അവിടെ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. വലിയ എന്തോ കാര്യം അപ്പുറത്തുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് അപ്പുറം പോയി നിന്ന കടൽ കാണാമല്ലോ എന്നൊക്കെ ഉദ്ദേശിച്ച് ഭയങ്കര ആഹ്ലാദത്തിൽ പോയി കണ്ടതാണ്. പക്ഷെ ഒന്നുമില്ലായിരുന്നു. അവിടെ ഈ കല്ലുകളൊക്കെ നിറച്ചിടുമല്ലോ ഇങ്ങനെ, അത് മാത്രം അവിടെ ഉണ്ടായിരുന്നു. അതോ ആ ഇരുട്ടത്ത് അതും കാണാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ തിരിച്ചു പോവാം. എന്തായാലും വെറുതെ നടക്കാൻ ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് ആ ഒരു വിഷമം അത്രയ്ക്കില്ലായിരുന്നു. എന്തായാലും ക്ഷീണിച്ച്, എന്തായാലും നടന്നൊക്കെ വന്നേയില്ലേ, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളൊരു സീറ്റ് കിട്ടിയപ്പോൾ അവിടെ പോയി ഇരുന്ന് അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ കണ്ട് കടലിൽ നോക്കി അങ്ങനെ ഇരുന്നതിന് കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെയൊക്കെ ഇരുന്നതിന് ശേഷം ഞാൻ എന്തെങ്കിലും പോയി വാങ്ങിച്ചിട്ട് വരട്ടെ നമ്മൾ എണീറ്റത് മുട്ട ബജ്ജി ഉണ്ടല്ലോ, അത് ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സോസൊക്കെ ഒഴിച്ച് മുട്ട ബജ്ജി കഴിക്കാൻ. അങ്ങനെ അത് വാങ്ങിച്ച് കൊണ്ടു കൊടുത്തപ്പോഴേ എൻ്റെ എനിക്ക് കളിപ്പാട്ടം വേണമെന്ന് പറയുന്നത്. അങ്ങനെ അവനിക്ക് ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്ത് അവൻ്റെ വിഷമം മാറ്റിയതിന് ശേഷം ഞങ്ങൾ പിന്നെ അങ്ങോട്ട് ഇപ്പം മുമ്പത്തെ പോലൊന്നും അല്ല. എപ്പോഴും കറങ്ങാൻ പോകാൻ പറ്റത്തില്ല. കാരണം ഇക്ക ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഇക്കൊക്കെ അങ്ങനെ ലീവൊന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് കറക്കമൊന്നും അധികം ഇല്ല. എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ എന്തെങ്കിലും കിട്ടുമ്പോഴാണ് ഞങ്ങളിപ്പോൾ കറങ്ങാനൊക്കെ പോകാറ്. അങ്ങനെ ഞാനും മോനും ഇക്കായും കൂടെ ഒരു പടിയുടെ സ്ഥലത്ത് അങ്ങോട്ട് പോയത്. അതാണെങ്കിൽ നല്ല കടലിങ്ങനെ അന്ന് തിരയടിച്ചിട്ട് തെറിച്ച് നമ്മൾ ചെയ്തിട്ടാണ്. നല്ലൊരു വൈബായിരുന്നു അവിടെ ഇരുന്നപ്പോഴത്തേക്കിന്. അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരുന്നായിരുന്നു. പിന്നെ ഞങ്ങളൊരു കോഫി മേടിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു കോഫി വാങ്ങിച്ച് ഞങ്ങളതൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മോനിക്ക് ഇപ്പോഴും വേറെ കളിപ്പാട്ടത്തിലോട്ടാണ് ചിന്ത. അവനിക്ക് അത് വേണമെന്നുള്ളൊരു നിർബന്ധമായിരുന്നു. പിന്നെ അധിക നേരം അവിടെ ഇരുത്താൻ പറ്റത്തില്ല എന്ന് അറിഞ്ഞപ്പോൾ പയ്യെ നമ്മൾ അവിടുന്ന് വലിയാൻ നോക്കി. നമ്മൾ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ആ വഴിയിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് മൊത്തം കളിപ്പാട്ടങ്ങളായിരുന്നു അവൻ്റെ കണ്ണിൽ പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്രാവശ്യം കടയിൽ കയറി ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. കാരണം മോനിക്ക് ചെറിയൊരു പനിയുടെ കോളുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡും വാങ്ങിച്ചിട്ടാണ് നമ്മളിപ്പോൾ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.